പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജയകുമാറുമായി ഉടൻ തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം കണ്ടെത്തുകയാണ് ലക്ഷ്യം. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകമാണ് ഉണ്ടായത്. ഭാര്യയിലുള്ള സംശയം, വീട്ടിൽ നിരന്തരമായ വഴക്ക്, അതിനുശേഷം അരുംകൊല. തെളിവെടുപ്പ് എപ്പോഴേക്ക് ജയശങ്കർ? ശ്രീജിത്ത്, ഉച്ചയോടുകൂടി ഈ പുല്ലാട് ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഉൾപ്പെടെ പോലീസ് ഈ ആയുധത്തിന് വേണ്ടി ഇവിടെ പരിശോധന പ്രദേശത്തുൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് തെളിവെടുപ്പ് സാങ്കേതികമായി പൂർത്തീകരിച്ച ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം ഈ ആയുധം കണ്ടെത്തലും പൂർത്തീകരിക്കാനാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലാണ് പോലീസിൻ്റെ ക്രമീകരണങ്ങളുള്ളത്. ശനിയാഴ്ച രാത്രിയാണ് ഭാര്യ ശ്യാമയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം പ്രതി ജയകുമാർ ഒളിവിൽ പോവുകയും ഇന്നലെ വൈകിട്ടോടുകൂടി 4-ാം ദിവസം തിരുവല്ലയിൽ വെച്ച് പോലീസ് പിടികൂടുകയുമാണ് ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൊയ്പ്രം പോലീസ് ഇവിടെ എത്തി തെളിവെടുപ്പ് പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ നിലവിൽ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ നാടിനൊക്കെ സംബന്ധിച്ച് വലിയൊരു നടക്കമുണ്ടായ വാർത്തയാണ്. കാരണം ഈ സംശയരോഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. ആ വാക്കുതർക്കം ശനിയാഴ്ച രാത്രിയോടുകൂടി അതൊരു കത്തിക്കുത്തിൽ കലാശിക്കുന്നു. ഈ സമയത്ത് ഇവരെ തടയാനെത്തിയ, പിടിച്ചു മാറ്റാനെത്തിയ ഈ ഭാര്യ പിതാവിനും ഒപ്പം തന്നെ മറ്റൊരു ബന്ധുവിനും പരിക്കേറ്റിരുന്നു, കുത്തേറ്റിരുന്നു. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന കാര്യമാണ്. ജയകുമാറുമായി എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പോലീസ് സംഘം ഈ സംഭവം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും. ശ്രീജിത്ത്, ശരി. AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.